വേണുവിന്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വേണുവിന്റെ ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ആർ അരുൺരാജ് പന്മലയിലെ വേണുവിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം അരുൺരാജിലേക്കാണ്. അരുൺരാജ്, നമ്മളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടമായ വിഷയമാണ്. അടിയന്തര ചികിത്സയ്ക്ക് എത്തിച്ചിട്ടും 6 ദിവസമായി ആൻജിയോഗ്രാം നടത്തിയില്ല എന്നതടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ കുടുംബം ഉയർത്തുന്നത്. ഇതിൽ പ്രതിപക്ഷ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇതിൽ സംഭവിക്കുന്നത് എന്താണ്? കുടുംബം ഇനി ഏതു തരത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അരുൺരാജ്. റീജിത്ത്, ഇപ്പോൾ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ, വേണുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. വേണുവിൻ്റെ കുടുംബാംഗങ്ങളടക്കം ഈ സംസ്കാര ചടങ്ങുകളിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. ഏറെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നെഞ്ചുവേദനയെ തുടർന്ന് വേണു ഈ വീട്ടിൽ നിന്ന് നെഞ്ചുവേദനയെ തുടർന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തുകയും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തുകയും ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഈ ചികിത്സാ നിഷേധത്തെ തുടർന്ന് ഒടുവിൽ ഇന്നലെ രാത്രിയോടെ വേണുവിൻ്റെ മരണം സംഭവിക്കുന്നത്. കുടുംബം ആരോപിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ്. കാരണം വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തിലടക്കം എത്രത്തോളം കൊടിയമായ അല്ലെങ്കിൽ ദയനീയമായ അവസ്ഥയാണ് വേണുവിന് ഈ മെഡിക്കൽ കോളേജിൽ നേരിടേണ്ടി വന്നത് എന്ന കാര്യം സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമായിരുന്നു. മരുന്നിന് പോലും കെഞ്ചേണ്ട അവസ്ഥയുണ്ടായി. എക്കോ എടുക്കാൻ പലതവണ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടാണ് എക്കോ പോലും എടുത്തത്. അങ്ങനെ ഈ കഴിഞ്ഞ 5 ദിവസം മെഡിക്കൽ കോളേജിൽ താൻ നേരിട്ട അനുഭവങ്ങൾ, കൃത്യങ്ങൾ ഓരോന്നായി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സുഹൃത്തിനയച്ച സന്ദേശത്തിൽ വേണു വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വേണുവിന്റെ ശബ്ദ സന്ദേശം ഇന്ന് നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. കാരണം വേണുവിന്റെ മരണം കൂടി സംഭവിച്ചു. നാട്ടുകാർ ഒന്നടങ്കം വലിയ പ്രതിഷേധത്തിലാണ്. മറ്റ് സംഘടനകൾ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. സംഭവത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെ കൊലക്കുറ്റത്തിനടക്കം കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവടക്കം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സംഭവത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന യൂത്ത് ആരോഗ്യവകുപ്പിന്, കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കടക്കം പരാതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. വിഷയത്തിൽ സജീവമായ ഇടപെടൽ ഉണ്ടാകണം. ഈ വേണുവിന്റെ കുടുംബത്തെ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ഈ കത്തിൽ ആവശ്യപ്പെടുന്നു. അങ്ങനെ വളരെ ഗുരുതരമായ, വളരെ വേദനയുണ്ടാക്കുന്ന സംഭവം. നമുക്കറിയാം, വേണു വളരെ സാധാരണക്കാരനായ ഒട്ടത്തൊഴിലാളിയാണ്. ഈ വീടിന്റെ സമീപത്ത് തന്നെയാണ് ഇത്തരത്തിൽ ചിത ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം നാട്ടിലെ എല്ലാവർക്കും വലിയ ആശ്രയമായിരുന്നു, സ്നേഹമായിരുന്നു, എല്ലാവരുടെയും ഒരു അത്താണിയായിരുന്നു. നമ്മൾ സാധാരണ ഇത്തരത്തിൽ ഒരു വീട്ടുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പോലെയല്ല, വലിയ ജനക്കൂട്ടം, വലിയ രീതിയിലുള്ള ആളുടെ ഒരു സഞ്ചയം തന്നെ ഇവിടെയുണ്ട്. കാരണം ഓരോ വ്യക്തികൾക്കും അയാൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് തെളിയിക്കുന്നതാണ് ഈ ജനക്കൂട്ടത്തെ ഇവിടെ. കാരണം അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേണുവിനെ സംബന്ധിച്ച് ഇത്തരം ഒരു വിയോഗം അവരൊരിക്കലും പ്രതീക്ഷിതമല്ല. കാരണം ഏതൊരാളുടെയും വിഷയത്തിൽ ഓടിയെത്തുന്ന വേണു കഴിഞ്ഞ ദിവസവും അടക്കം ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് പോലും പല ഘട്ടത്തിൽ ഇവരോടൊക്കെ സംസാരിച്ചതാണ്. പക്ഷേ വേണു തിരിച്ചു വരും, ആരോഗ്യവാനായി തിരിച്ചു വരുമെന്നാണ് ഇവരെല്ലാം പ്രതീക്ഷിച്ചത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ച അത് അന്വേഷിക്കും എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവിയോട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ മെഡിക്കൽ കോളേജ് നൽകുന്ന വിശദീകരണം അത് ശരിയല്ല എന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബം ആരോപിക്കുന്നത്. നമ്മളോടുമായി സംസാരിച്ച ഇവരെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ചികിത്സ ലഭിച്ചിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്യാമെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്നാണ്. അല്ലെങ്കിൽ വേണുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കൽ പോലും തങ്ങളോട് ഇവരാരും തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് കുടുംബം ഒന്നടങ്കം പറയുന്നു. പലപ്പോഴും കാണാൻ ശ്രമിച്ചെങ്കിലും കാണാൻ കൂട്ടാക്കിയിട്ടില്ല, ഇവരെ കാണാൻ തയ്യാറാക്കിയിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നതാണ്. പലരും നമുക്ക് ആ ദൃശ്യങ്ങൾ, നമ്മുടെ ക്യാമറ ദൃശ്യങ്ങൾ കാണിക്കും. കാരണം വിങ്ങിപ്പൊട്ടുകയാണ് ഈ നാട്ടുകാരടക്കം. കാരണം അവർക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒന്നായിരുന്നില്ല. കാരണം ഈ വേണുവിന്റെ ഇത്തരത്തിലുള്ളൊരു വിടവാങ്ങൽ, കാരണം അവസാന നിമിഷം വരെ തന്റെ ജീവിതത്തിൽ താൻ തിരിച്ചെത്തും എന്നുമെന്ന പ്രതീക്ഷയോടെയാണ് ഇന്നലെ വൈകുന്നേരവും ഈ വേണു തന്റെ സുഹൃത്തിന് ഇത്തരം ഒരു ഓഡിയോ സന്ദേശം അയച്ചത്. അത് ഈ മെഡിക്കൽ കോളേജിന് അനാസ്ഥ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടുന്നതാണ്. താൻ നേരിട്ട ഈ വേദന, തനിക്ക് നേരിട്ട അവഗണന ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടിയായിരുന്നു വേണു ഇന്നലെയും ആ സുഹൃത്തിന് അയച്ച സന്ദേശം. അത് കൂടെ നിന്ന ഭാര്യയോടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.